ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾക്ക് ക്യാമറ അനങ്ങാണ്ടൊക്കെയുള്ളൊരു സംഭവം വേണം. അതിനുശേഷം നിങ്ങൾ ഒരു വീഡിയോ ഇതുപോലെ ഷൂട്ട് ചെയ്യുക. ജസ്റ്റ് ഇങ്ങനെ കൈ ഇങ്ങനെ മുകളിൽ കൂടെ ഇങ്ങനെ ആക്കുന്നൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഇതുപോലെ ദെൻ നിങ്ങൾ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തിട്ട് ഇതുപോലെ തന്നെ സെയിം രീതിയിൽ തന്നെ ക്യാമറ അനങ്ങാണ്ട് ഇതുപോലൊരു വീഡിയോ എടുക്കണം. അതിനുശേഷം ഒരു VPN ഓണാക്കിയിട്ട് ക്യാപ് കട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള വീഡിയോ ഫൂട്ടേജ് ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക അതിൽ. ഓക്കെ, എന്നിട്ട് കട്ട് ചെയ്ത് കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുവയ്ക്കുക ഗൈസ്. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് അതിൻ്റെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ആ വീഡിയോയ്ക്ക് ഒന്ന് ജസ്റ്റ് കുറച്ച് ക്ലാരിറ്റി വരാനാണ്. ഇത് ഭയങ്കര ഡിമ്മായിട്ടാണ് ഇരിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ്. ദെൻ നമുക്ക് നമ്മുടെ സെക്കൻഡ് ക്ലിപ്പ് എടുത്തിട്ട് ഓവർലേ ആക്കണം ഗൈസ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ക്ലിപ്പ് സെലക്ട് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ആ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് ഒന്ന് സ്ലൈഡ് ചെയ്യുമ്പോൾ ഓവർലേന്ന് കാണും. ഓവർലേ എടുക്കുക. ദെൻ അത് സ്ലൈഡ് ചെയ്ത് ഇങ്ങോട്ട് നീക്കി ഇങ്ങോട്ട് വയ്ക്കുക. എന്നിട്ട് കറക്റ്റ് പൊസിഷനിലാക്കി വയ്ക്കുക ഗൈസ്. ഓക്കെ, ദെൻ നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ മാസ്കിൽ പോവുക. മാസ്കിൽ പോയിട്ട് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും. സ്പ്ലിറ്റ് എടുത്തിട്ട് നമ്മുടെ കയ്യിലെ നേരെ പൊസിഷനിലായിട്ട് വയ്ക്കുക. എന്നിട്ട് ഇൻവേർട്ട് അടിച്ച് കൊടുക്കുക ഗൈസ്. ഓക്കെ, ഇൻവേർട്ട് അടിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ഓരോ പൊസിഷനിൽ ഇങ്ങനെ വെച്ച് നമുക്കിങ്ങനെ ഇനി കീ ഫ്രെയിംസ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ഗൈസ്. ഓക്കെ, ഫസ്റ്റ് ആദ്യം ആഡ് ചെയ്യുക, ദെൻ കീ ഫ്രെയിം ആഡ് ചെയ്യുക, ദെൻ സ്പ്ലിറ്റ് അടിക്കുക. എന്നിട്ട് നമുക്ക് ഈ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യണം. എന്നിട്ട് ആ മാസ്ക് ജസ്റ്റ് കറക്കി ആ കയ്യിലനുസരിച്ച് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറക്കിയിട്ട് ജസ്റ്റ് അവസാനം അത് എൻഡിൽ കൊണ്ടുവയ്ക്കണം. ഓക്കെ, ദെൻ അത് ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്യുക. എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ വീഡിയോ ജസ്റ്റ് ഒരു വട്ടം കൂടി എക്സ്പോർട്ട് ചെയ്ത് വീഡിയോ എടുത്തിട്ട് അതിന് മോഷൻ ബ്ലർ കൊടുക്കുക. ബ്ലർ 39-40 ഇടുക. എന്നിട്ട് ബ്ലെൻഡ് ഫുള്ളാക്കുക. എന്നിട്ട് ടൈംസും ജസ്റ്റ് ഫുള്ളിട്ട് കൊടുക്കുക. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടക്കാച്ച വീഡിയോയിൽ കാണാൻ വരെ ബൈ ബൈ ഗൈസ്. ലവ് യു ഓൾ. സീ സൂൺ. ടേക്ക് കെയർ.